Hi students, +1 അക്കൗണ്ടിങ്ങിൻ്റെ ഓൺലൈൻ ട്യൂഷനുമായി ബന്ധപ്പെട്ട 5ാമത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ 5 ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായി ലഭിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ എൻ്റെ 5ാമത്തെ ക്ലാസ്സോട് കൂടി ഞാൻ എൻ്റെ ഒരു ഓഫർ ചെയ്യുന്ന സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളും +1 കൊമേഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് തുടർന്നുള്ള എല്ലാ ചാപ്റ്ററുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ബേസ് ലെവലിൽ തന്നെ എല്ലാം പഠിപ്പിച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം വർക്കൗട്ട് ചെയ്യിപ്പിച്ച് പരീക്ഷയ്ക്ക് നമ്മൾ സജ്ജരാക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ 5ാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ 4 ക്ലാസ്സിൽ ഞാൻ ശരിക്കും കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താണ് കൊമേഴ്സ്, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നിടം മുതൽ അക്കൗണ്ടിങ് തുടങ്ങും. അല്ലാതെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങി ഏതെങ്കിലും ഒരു സ്റ്റേജിലല്ല ജോയിൻ ചെയ്യുന്നത്. ഒരാൾക്ക് ബിസിനസ് ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിൽ തോന്നുമ്പോൾ തൊട്ട് അയാളുടെ കൂടെ അക്കൗണ്ടിങ് ഉണ്ടാവണം, അല്ലേ? സോ ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പിന്നീട് പ്രധാനപ്പെട്ട ക്ലാസ് ആയിരുന്നു ഒരാൾ ബിസിനസ് തുടങ്ങുന്നിടം മുതൽ ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നിടം വരെ അയാൾ ഏതെല്ലാം വാക്കുകൾ, വേർഡ്സ്, കുറേ ഇംഗ്ലീഷ് വേർഡ്സ് ഞാൻ പറഞ്ഞു. അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ക്യാപിറ്റൽ എന്താണെന്ന്. ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് അസറ്റ് വാങ്ങും. തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ് കേട്ടാൽ മനസ്സിലാവും എന്താണ് അസറ്റ് എന്ന്. അസറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്. ക്യാപിറ്റൽ തികയാതെ വരുമ്പോൾ പുറത്തുനിന്ന് കടം വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ലൈബിലിറ്റി. ലൈബിലിറ്റി തന്നെ 2 എണ്ണമുണ്ട്. പെട്ടെന്ന് കൊടുത്ത് തീർക്കേണ്ടത് കറണ്ട് ലൈബിലിറ്റി, പതുക്കെ കൊടുത്ത് തീർത്താൽ മതി ലോങ് ടൈം ലൈബിലിറ്റി. ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇതൊക്കെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു വലിയ ചാപ്റ്റർ ആയിട്ടൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കഥ പോലെ മനസ്സിലാക്കണം. ഇത് വലിയ സംഭവമൊന്നും അല്ലെന്ന് മനസ്സിലാക്കി ഒരു കഥയാണ്. അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നത് ശരിക്കും ഒരു കഥ പറഞ്ഞു തരുന്നത് പോലെയാണ്. ഒരാൾ ബിസിനസ് തുടങ്ങി അയാൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഓക്കെ, അവസാനത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് വേണ്ടുന്നത് ബിസിനസ്സുകാരനെ അല്ല, ബിസിനസ്സിനെയാണ്. മുതലാളിയോട് പോയി പണി നോക്കാൻ പറ. മുതലാളിയുടെ റോൾ എവിടെ തീർന്നു? നമ്മളെ സംബന്ധിച്ച്, നമ്മളാരാണ്? അക്കൗണ്ടിങ് പഠിക്കുന്നവരെ സംബന്ധിച്ച് മുതലാളിയുടെ ജോലി എന്ന് പറയുന്നത് ക്യാപിറ്റൽ കൊണ്ടുവരിക, കൊണ്ടുവന്ന് ബിസിനസ്സിനെ ഏൽപ്പിക്കുക. സോ നമ്മൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിർത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു അത്. അത് മനസ്സിലായാൽ മാത്രമേ അക്കൗണ്ടിങ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവത്തുള്ളൂ. പല കുട്ടികളെയും സംബന്ധിച്ച് ഇതൊന്നും ആരും കേൾക്കാറില്ല. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് ആ 4ാമത്തെ ചാപ്റ്ററോ 5ാമത്തെ ചാപ്റ്ററോ അങ്ങ് തുടങ്ങും, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. പക്ഷേ അങ്ങനെ പഠിച്ചാൽ ഡിഗ്രി ലെവലിലൊക്കെ നിങ്ങൾ താളം തെറ്റിപ്പോവും. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ പഠിച്ചു വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ബിസിനസ് നടത്തുന്നയാളെ പറ്റിയല്ല, ബിസിനസ്സിനെ പറ്റിയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം മുതലാളിക്ക് നമ്മുടെ വലിയ പ്രാധാന്യമില്ല. മുതലാളിയുടെ കണക്കെഴുതാനല്ല നമ്മൾ ഈ കഷ്ടപ്പെട്ട് കൊമേഴ്സ് പഠിക്കുന്നത്, ബിസിനസ്സിൻ്റെ കണക്കെഴുതാനാണ്. അങ്ങനെ വരുമ്പോൾ മുതലാളിയും ബിസിനസ്സും 2 ആണ്. മുതലാളി ഓണർ വേറെ, ബിസിനസ് വേറെ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഞാൻ കുറച്ചുകൂടി അക്കൗണ്ടിങ്ങിലേക്ക് ഒന്ന് അടുപ്പിക്കുവാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് തുടങ്ങി വെക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ 5ാമത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങിത്തരാം. എങ്ങനെയാണ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനൊന്ന് പറയുന്നത് മനസ്സിലാക്കിയിരിക്കുക. ഒരാൾക്ക് ബിസിനസ് നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ പണം വേണമല്ലോ. തീർച്ചയായിട്ടും പണം വേണമല്ലോ, വേണം. അയാൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന പണത്തിനെയാണല്ലോ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലാണ് മൂലധനം എന്ന് പറയും, എല്ലാത്തിൻ്റെ ആധാരം, ബേസ്. ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ ബിസിനസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഉപയോഗിച്ചാണ്, അല്ലേ? ബിസിനസ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് തന്നെ ക്യാപിറ്റൽ, മുതലാളി കൊണ്ടുവരുന്ന ക്യാപിറ്റലിൽ നിന്നാണ്. ഓക്കെ, ക്യാപിറ്റൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പറഞ്ഞു മുതലാളി ലാൻഡ് വാങ്ങണം, ബിൽഡിംഗ് പണിയണം, മെഷീനറി വാങ്ങണം, ഫർണിച്ചർ വാങ്ങണം, അല്ലേ? കമ്പ്യൂട്ടർ വാങ്ങണം. ഇങ്ങനെ ഇതെല്ലാം അസറ്റ് എന്ന് വിളിച്ചു. അസറ്റുകൾ വാങ്ങണം, അല്ലേ? കൊണ്ടുവന്ന ക്യാപിറ്റൽ തീർന്നുപോയി. അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ മൊത്തം തീർന്നുപോയി. അയാളുടെ കയ്യിൽ ഇനി പൈസയുമില്ല. മുതലാളി കൊണ്ടുവന്ന ക്യാപിറ്റൽ തീർന്നു. മുതലാളിയുടെ കയ്യിൽ ഇനി ഒന്നുമില്ല. എന്ത് ചെയ്യണം? കടം വാങ്ങണം. പോയി കടം വാങ്ങണം. മറ്റ് ലൈബിലിറ്റീസ് ഉണ്ടാവും. ഇതൊക്കെ ആർക്കും മനസ്സിലാവും. ഇതൊക്കെ എന്തിനാണ് അക്കൗണ്ടിങ് പഠിക്കുന്നത്? ഇത് ഏത് കൊച്ചു പിള്ളേർക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? മുതലാളി പൈസ കൊണ്ടുവരണം, ക്യാപിറ്റൽ എന്ന് വിളിച്ചോ. അയാളത് കൊണ്ടുവന്നിട്ട് വെറുതെ മേശപ്പുറത്ത് വെച്ചാൽ മതിയോ? പോരാ. കൊണ്ടുവന്ന് ലാൻഡ് വാങ്ങണം, ബിൽഡിംഗ് കെട്ടണം, ഇല്ലേ? ഫർണിച്ചർ വാങ്ങണം, AC ഫിറ്റ് ചെയ്യണം, തുണിക്കട നടത്തണ്ടേ, തുണിയെ മേടിക്കണ്ടേ, സ്റ്റോക്ക് എടുക്കണ്ടേ? ഇതെല്ലാമാണ് അസറ്റ്. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവന്നത് മൊത്തം അസറ്റ് വാങ്ങി പകുതി എത്തിയപ്പോൾ കാണാം ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന പൈസ തീർന്നുപോയി. അയാളുടെ കയ്യിൽ ഇനി ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും വേറെ ആൾക്കാരുടെ നിന്ന് കടം വാങ്ങണം. ആ കടം, അതായത് ബാധ്യതയുണ്ടായി, ലൈബിലിറ്റീസ്. അപ്പോൾ ഈ പറയുന്ന ക്യാപിറ്റലും മറ്റു ബാധ്യതയും കൂടെ ചേർന്നാണ് ഈ അസറ്റുകൾ വാങ്ങി കൂട്ടി വെച്ചിരിക്കുന്നത്.
പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? മുതലാളി കൊണ്ടുവന്ന പൈസയും പുറത്ത് നിന്ന് വാങ്ങിയ കടവും കൂടെ ചേർത്താണ് പുള്ളിക്കാരൻ ബിസിനസ് കെട്ടിപ്പടുത്തി വെച്ചിരിക്കുന്നത്. ആണല്ലോ. ലാൻഡ് വാങ്ങി, ബിൽഡിംഗ് കെട്ടി, ഫർണിച്ചർ വാങ്ങിയപ്പോൾ ക്യാപിറ്റൽ തീർന്നു പോയി. ഇനി എന്തെല്ലാം കാര്യമുണ്ട്? AC ഫിറ്റ് ചെയ്യണം, 2 വണ്ടി വാങ്ങണം, സ്റ്റോക്ക് എടുക്കണം. പൈസ എന്ത് ചെയ്യും? പോയി കടം വാങ്ങടോ. ആ കടം അതാണ് ലൈബിലിറ്റി. അപ്പോൾ അത് രണ്ടും കൂടെ ചേരുമ്പോഴല്ലേ ബിസിനസ്സിൻ്റെ അസറ്റ് ആവുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ്. ബിസിനസ്സിൽ ക്യാപിറ്റലും മറ്റ് ലൈബിലിറ്റിയും കൂടെ ചേരുന്ന എമൗണ്ട് അസറ്റിന് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആ കടം വാങ്ങിയ കുറച്ച് പൈസ കൊടുത്ത് ഒരസറ്റും വാങ്ങിയില്ലെങ്കിലോ? വാങ്ങണ്ട. ക്യാഷ് ഒരു അസറ്റാണ്. ക്യാഷായിട്ടിരുന്നാൽ മതി. ക്യാഷ് ഒരു അസറ്റാണ്. ശരി, ഞാൻ സമ്മതിക്കുന്നു, അയാൾ കടം വാങ്ങിയ പൈസ ഇപ്പോൾ 10 ലക്ഷം രൂപ കടം വാങ്ങി, 8 ലക്ഷം രൂപയുടെ അസറ്റേ വാങ്ങിയോള്. ബാക്കി 2 ലക്ഷം സുഹൃത്തുക്കളെ, ബാക്കി 2 ലക്ഷം ക്യാഷ് അല്ലേ? ക്യാഷും ഒരു അസറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊന്ന് ബുക്കിലോട്ട് ഒന്ന് കുറിച്ച് വെച്ചോ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് മുതലാളി കൊണ്ടുവരുന്ന പൈസ, അതായത് ക്യാപിറ്റൽ, പുറത്തുനിന്ന് വാങ്ങുന്ന കടം, അതാണ് ലൈബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ക്യാപിറ്റലും ലൈബിലിറ്റിയും കൂടെ ചേരുന്നത് എപ്പോഴും ആ ബിസിനസ്സിൻ്റെ അസറ്റിന് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് തിരിച്ചെഴുതാം കേട്ടോ, ഒന്ന് തിരിച്ചെഴുതാം. ഒരു ഭംഗി അതല്ലേ? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി എന്ന് പറയും. ഇത് ലോകത്തെല്ലാ ബിസിനസ്സിനും ഇങ്ങനെയാണ്. ഇതിനെയാണ് ഒന്നുമില്ല, ഒരു ഫോർമാലിറ്റിക്ക് വേണമെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് വിളിച്ചോ. ഡിഗ്രിയിൽ വരെ ചോദിക്കുന്നതാണ്. പല പിള്ളേർക്ക് ഇപ്പോഴും അറിയത്തില്ല എന്താണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഉദ്ദേശിക്കുന്നത്. കാണാതെ പഠിച്ച് വെച്ചിരിക്കുക. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി മനപ്പാടം പഠിച്ച് വെച്ചേക്കുക. എന്തിന്? എടോ, സ്വന്തം പൈസ കൊണ്ടുവരുന്നു, അസറ്റ് വാങ്ങി 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 സ്വന്തം പൈസ തീർന്നു പോയി. സ്വന്തം പൈസ തീർന്നെങ്കിൽ മതിയല്ലോ കടം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ പോയി ബാങ്ക് ലോൺ എടുക്കുന്നേ? സ്വന്തം പൈസ തീർന്നു പോയി, ഓട്ടോമാറ്റിക്കലി പോയി കടം വാങ്ങ്. എന്തിനാ കടം വാങ്ങുന്നത്? ആവശ്യമുള്ളത് കൊണ്ടല്ലേ കടം വാങ്ങുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്വന്തം പൈസയും പുറത്തുനിന്നുള്ള കടവും കൂടെ ചേർത്താണ് ബിസിനസ്സിനകത്ത് അസറ്റ് ആവുന്നത്. ഒരു സംശയം നിങ്ങൾ ചോദിക്കും, ചിലപ്പോൾ അസറ്റ് വാങ്ങിയില്ലെങ്കിലോ? വാങ്ങണ്ട, ക്യാഷ് ആയിട്ടിരിക്കുകയല്ലേ. ക്യാഷ് ഒരു അസറ്റാണ്. അപ്പോൾ ഓൾവേസ് ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ എഴുതും. എന്ത് ഇക്വേഷൻ? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി ആണ് എല്ലാ ബിസിനസ്സിൻ്റെയും. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇത് നിർബന്ധമായിട്ടും ഇങ്ങനെ ഈക്വൽ ആയിരിക്കണം. ഇത് ഈക്വൽ ആവുന്നിടത്താണ് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വിജയം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ബിസിനസ്സിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിനും ലൈബിലിറ്റിക്കും ഈക്വൽ ആണ്. നിർബന്ധമായിട്ടും നമ്മൾ ബുക്ക് എഴുതുമ്പോൾ, നിങ്ങൾ വലിയ അക്കൗണ്ടൻറ്റുമാരൊക്കെ ആവുമ്പോൾ, ഒരു ബിസിനസ്സിലെ ബുക്ക് എഴുതുമ്പോൾ ഇതിങ്ങനെ ടാലി ആയിട്ട് ഈക്വൽ ആവുന്നതിന് നമ്മൾ കൊമേഴ്സുകാരിന് തൊട്ട് ടാലി ആവുക എന്നാണ് പറയുന്നത്. ഒന്നുമില്ല ടെൻഷൻ. നമ്മുടെ ഈക്വലായി എന്ന് പഠിച്ചാലും മതി. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ടാലി. ടാലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വൽ ആവുക എന്ന്. ഈ സിമ്പിൾ ഉണ്ട്, ഈക്വൽ ടു. ഇതിന് നമ്മൾ കൊമേഴ്സുകാർ ടാലി ആവുക എന്നാണ് പറയുന്നത്. അസറ്റ് സൈഡും ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി സൈഡും കൂടെ ടാലി ആയി എന്നാണ് പറയുന്നത്. ഇത് ടാലി ആക്കലാണ് നിങ്ങളുടെ വലിയ എന്തോ സംഭവം നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചിന്തിക്കും ഇതെപ്പോഴും ടാലി ആകുമല്ലോ. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അക്കൗണ്ടിങ് ആണ് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ്. ഇത് ടാലി ആക്കാനൊന്നും പോകണ്ടടോ. ഓരോ കാര്യം നടക്കുമ്പോഴും, ബിസിനസ്സിനകത്ത് ഓരോ കാര്യം നടക്കുമ്പോഴും ഈ ഇക്വേഷൻ ഇങ്ങനെ ഈക്വലായി തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ അക്കൗണ്ടിങ് പഠിക്കുമ്പോഴാണ് നിങ്ങളിത് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതിനെ ഈക്വലാക്കാൻ നോക്കുന്നത്. ഒന്നും ചെയ്യണ്ട, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് മുതലാളി പൈസ കൊണ്ടുവരുന്നു? ഓക്കെയാണ്, പൈസ കൊണ്ട് വന്നല്ലോ. ദാ ബിസിനസ്സിലേക്ക് മുതലാളി പൈസ കൊണ്ട് വരുവാണേ. ക്യാപിറ്റൽ, ബിസിനസ്സിന് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ചക്കയായിട്ടാണല്ലേ? അല്ല, മാങ്ങയായിട്ടായിരിക്കും. അല്ല, എന്താണ് പിന്നെ? ക്യാഷ് ആയിട്ടാണല്ലോ. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്ര രൂപയാണോ അതിന് ഈക്വലൻ്റ് ആയിട്ട് ഇപ്പോൾ ക്യാഷ് ഉണ്ട്. തൽക്കാലം മേശപ്പുറത്ത് ക്യാഷ് ഇരിക്കുവാണ്. നോക്ക്, ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്യാഷ് അസറ്റ് അല്ലേ? ഓൾവേസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് ആയിട്ട് ഇരിക്കുവാണ്. മുതലാളി പൈസ കൊണ്ടുവന്നു മീൻസ് ഒന്നും ചെയ്തിട്ടില്ല. മുതലാളി ഇപ്പോൾ പൈസ കൊണ്ടുവന്ന് ഒന്നും ചെയ്തില്ല, മേശപ്പുറത്ത് വെച്ചിരിക്കുവാണ്. 10 ലക്ഷം രൂപ മേശപ്പുറത്ത് വെച്ചിരിക്കുവാണ്. അതിനെയാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ആ മേശപ്പുറത്തിരിക്കുന്നത് ബിസിനസ്സിൻ്റെ പൈസയല്ലേ? മുതലാളി കൊണ്ടുവന്ന് ബിസിനസ്സിന് കൊടുത്തു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ബിസിനസ്സിന് 10 ലക്ഷം രൂപയുടെ ക്യാഷുമായി. മനസ്സിലാക്ക്, ബിസിനസ്സിന് 10 ലക്ഷം രൂപയുടെ ക്യാഷും ഉണ്ട്. ആ ക്യാഷ് എന്ന് പറയുന്നത് മുതലാളിയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ ഇതിങ്ങനെ ഈക്വൽ ആയിട്ടിരിക്കുമല്ലേ മേശപ്പുറത്ത് ഈക്വൽ ആയിട്ടിരിക്കുവാണേ. ഒരു 5 ലക്ഷം രൂപ കൊടുത്ത് ലാൻഡ് മേടിച്ച്, ഒരു 5 ലക്ഷം രൂപ കൊടുത്ത് ലാൻഡ് മേടിക്കുക, അപ്പോഴും മുതലാളിയുടെ ക്യാപിറ്റൽ 10 ലക്ഷം തന്നെ നിൽക്കും. ക്യാഷ് എത്രയായിട്ട് കുറയും? ക്യാഷ് 5 ആയിട്ടും ലാൻഡ് 5 ആയിട്ടും വരും. 5 ലക്ഷം രൂപയുടെ ലാൻഡ് വാങ്ങുമ്പോൾ മുതലാളിയുടെ ക്യാപിറ്റൽ എങ്ങനെ കുറയും? മുതലാളിയുടെ ക്യാപിറ്റലിൽ നിന്നല്ലേ ലാൻഡ് വാങ്ങുന്നത്. അപ്പോൾ ക്യാപിറ്റൽ വീണ്ടും 10 ലക്ഷം. പിന്നെ കയ്യിൽ എത്രയേ ഉള്ളൂ? കയ്യിൽ 5 ലക്ഷമേ ഉള്ളൂ. 5 ലക്ഷം അങ്ങോട്ട് ഓടിപ്പോയി, ലാൻഡ് വാങ്ങി. ലാൻഡ് അസറ്റാണ്, ക്യാഷ് അസറ്റാണ്, ഓൾവേസ് ഈക്വൽ. ഇതിങ്ങനെ എത്ര കുറഞ്ഞ് അവസാനം 10 ലക്ഷത്തിൻ്റെ അസറ്റ് വാങ്ങി തീർത്തു. 10 ലക്ഷത്തിൻ്റെ ക്യാപിറ്റൽ, 10 ലക്ഷത്തിൻ്റെ അസറ്റ്. ഇനിയും വേണം 2 ലക്ഷം.
കടം വാങ്ങ്, ലൈബിലിറ്റി. അപ്പോൾ ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി ആയി 2 ലക്ഷം. 2 ലക്ഷം രൂപ എടുത്ത് എന്ത് വാങ്ങണം? വേറൊരു അസറ്റ് വാങ്ങ്. ഇത് എപ്പോഴും ഈക്വലായി തന്നെ പോകും. ഇതിലെന്തിനാണ് അക്കൗണ്ടിങ് പഠിക്കുന്നത്? ഇത് ഏത് 10ാം ക്ലാസ്സുകാരനടുത്ത് പറഞ്ഞാലും മനസ്സിലാവും. ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇനി ഒരു 50,000 രൂപ കടം വാങ്ങി, തൽക്കാലം ഒന്നും വാങ്ങിയില്ല, ക്യാഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോഴും ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി ഈസ് ഈക്വൽ ടു എപ്പോഴും അസറ്റിന് ഈക്വലൻ്റ് ആയിരിക്കുമോ? ഇത് നിർബന്ധമായിട്ടും ഇങ്ങനെ ആയേ പറ്റൂ. ഇത് ഈക്വൽ ആക്കാനൊന്നും നോക്കണ്ട നിങ്ങൾ. ഇത് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. ഇത് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആകുമെന്നും ഇത് ഇത്രേ ഉള്ളൂ എന്നും ചിന്ത പലർക്കും വരാതെ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിലെല്ലാം മറിച്ചങ്ങ് കളഞ്ഞിട്ട് 4ാമത്തെയോ 3ാമത്തെയോ ചാപ്റ്റർ എടുത്ത് വെച്ച് ഒരു കാണാതെ പഠിത്തമുണ്ട്. എന്നിട്ടൊരൊറ്റ വിധിയെഴുത്താണ്. അക്കൗണ്ടിങ് ഭയങ്കര പാടാണ്. ഈ സംഭവം ഇതിലും എളുപ്പമുള്ളൊരു സബ്ജക്റ്റും കിട്ടത്തില്ല. ബിസിനസ് നടത്താനായിട്ട് ക്യാപിറ്റലും പുറത്തുനിന്ന് കടവും മേടിക്കുന്നത് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാനല്ലല്ലോ. ബിസിനസ്സിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയല്ലേ. അതെപ്പോഴും ഈക്വൽ ആയിരിക്കും. അതൊരു പ്രകൃതി നിയമമാണ്. ഇത് വലിയ സംഭവമൊന്നുമല്ല. ഓക്കെ, ഇതിനേക്കാളും പ്രയാസമാണ് അങ്ങനെയാണെങ്കിൽ എക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസും ഒക്കെ. ഇത്രേ ഉള്ള അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഒരു റൂള് വേണം. ഈ ഒരു റൂൾ എന്താ ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ എപ്പോഴും ഇങ്ങനെ ഈക്വലായി പോകണം. ഏത് സമയത്ത് ബുക്ക് എടുത്ത് നോക്കിയാലും, ഏത് സമയത്ത് അക്കൗണ്ടൻറ്റ് വന്നിട്ട് അല്ലെങ്കിൽ മാനേജർ വന്നിട്ട് ഈ ബിസിനസ്സിൻ്റെ ബുക്ക് മറിച്ച് നോക്കിയാലും ഈ ഇക്വേഷൻ ടാലിയായി തന്നെ പോയിരിക്കണം. ഇതിനകത്ത് തെറ്റ് വരരുത്. എപ്പോഴും ക്യാപിറ്റലും ലൈബിലിറ്റിയും കൂട്ടുന്നത് അസറ്റിന് ഈക്വലായി തന്നെ പോയിരിക്കണം. ഇത് മാച്ച് ആയില്ലെങ്കിൽ കണക്കിൽ എന്തോ തിരിമറി നടന്നെന്നാണ്. അങ്ങനെയാണ് നമ്മൾ ഈ തിരിമറിയൊക്കെ കണ്ടുപിടിക്കുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ബുക്കൊക്കെ റൈഡ് ചെയ്ത് പിടിക്കുന്നത്. ഇത് എപ്പോഴും ഈക്വൽ ആയിരിക്കണം, നിർബന്ധമാണ്. ഇത് ഈക്വൽ ആവാത്ത സിറ്റുവേഷനിൽ നമുക്ക് തെറ്റ് പറ്റിയെന്നാണ്. ഈ പറയുന്ന ഇക്വേഷൻ തെറ്റിയെങ്കിൽ നമുക്ക് കണക്കിൽ എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കേസ് ഓക്കെ ആണല്ലോ. എപ്പോഴും ബിസിനസ്സിൻ്റെ ക്യാപിറ്റലും പുറത്തുനിന്നുള്ള ലൈബിലിറ്റിയും എന്തിന് ഈക്വലൻ്റ് ആയിരിക്കണം? അസറ്റിന് ഈക്വലൻ്റ് ആയിരിക്കണം. ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണേ. അപ്പോൾ ബിസിനസ്സിന് ക്യാപിറ്റലിൻ്റെ കാര്യം പറഞ്ഞു, പുറത്തുനിന്ന് കടം മേടിക്കും, അസറ്റ് വാങ്ങും. ഇനി ബിസിനസ് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണ്ടേ, സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, ബിസിനസ് ഉദ്ഘാടനം കഴിഞ്ഞു. മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ചിലവുകളുണ്ടാവും. എക്സ്പെൻസ്. ചിലവ് മാത്രമാണോ? വരവും വരും. അപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ബിസിനസ്സിനകത്ത് എന്ത് നടന്നാലും എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതും ചായ കുടിക്കുന്നതും അല്ല. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടന്നാലും ക്യാപിറ്റലുമായിട്ടൊരു ബന്ധം കാണും അല്ലേ? ബിസിനസ് തുടങ്ങുന്ന ട്രാൻസാക്ഷൻ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ. തികയാതെ വന്നാൽ പുറത്തുനിന്ന് കടം വാങ്ങണം, കുറേ അസറ്റ് വാങ്ങണം, ബിസിനസ്സിന് കുറേ ചിലവ് വരും, ബിസിനസ്സിനകത്ത് ഒരുപാട് പൈസ വരവ് വരും. ഇത് 5ഉമല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം ബിസിനസ്സിൽ നടക്കുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെ ചിന്തിച്ചു നോക്കി? നിങ്ങളുടെ കുബുദ്ധിയോ അതിബുദ്ധിയോ എന്തുവേണമെങ്കിലും ഉപയോഗിച്ചോ. ഈ 5 ഹെഡിലല്ലാതെ ക്യാപിറ്റലുമായിട്ട് ബന്ധമുണ്ട്, ലൈബിലിറ്റിയുമായിട്ട് ബന്ധമുണ്ട്, അസറ്റുമായിട്ട് ബന്ധമുണ്ട്, എക്സ്പെൻസുമായിട്ട് ബന്ധമുണ്ട്, ഇൻകമുമായിട്ട് ബന്ധമുണ്ട്. ഈ 5 ഹെഡിലല്ലാതെ 6ാമതായിട്ട് ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമോ? നിങ്ങൾ എന്ത് കാര്യം വേണമെങ്കിലും പറഞ്ഞു നോക്കിക്കോ. ഒരു ബിസിനസ്സിൽ നടക്കാൻ സാധ്യതയുള്ള എന്ത് കാര്യം വേണമെങ്കിലും പറഞ്ഞു നോക്കിക്കോ. ഈ 5 ഹെഡ് ഒന്നുകിൽ ആ പറയുന്ന കാര്യത്തിന് ക്യാപിറ്റലുമായിട്ട് ബന്ധം കാണും. അത് ഒരു കാര്യം നടക്കും, ആദ്യമായിട്ട് കൊണ്ടുവരുന്ന പൈസ. അല്ലെങ്കിൽ അതിന് പുറത്തുനിന്ന് വാങ്ങുന്ന കടവുമായിട്ട് ബന്ധം കാണും. അതല്ലെങ്കിൽ അതിന് അസറ്റുമായിട്ട് ബന്ധം കാണും, എക്സ്പെൻസുമായിട്ട് ബന്ധം കാണും, ഇൻകവുമായിട്ട് ബന്ധം കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ ക്യാപിറ്റൽ, ലൈബിലിറ്റി, അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ഈ 5 ഹെഡുമായിട്ട് മാത്രമേ ബന്ധം കാണൂ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിലേതെങ്കിലും ഒരു ഹെഡുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി ഈ ഹെഡിന് ഓരോന്നിനും ഓരോ അക്കൗണ്ടിങ് റൂളുണ്ട്. ഈ ഓരോ ഹെഡിൽ വരുന്ന കാര്യങ്ങൾക്കും ഓരോ അക്കൗണ്ടിങ് റൂളുണ്ട്. ആ റൂൾ അനുസരിച്ച് കാര്യങ്ങൾ ബുക്കിലോട്ട് എഴുതുക. ഈ 5 കാര്യം മാത്രമാണ് നിങ്ങളുടെ ടോട്ടൽ അക്കൗണ്ടിങ്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഈ 5 ഹെഡിൻ്റെ റൂള് പഠിച്ചാൽ വേറെ ഒന്നും പഠിക്കണ്ട. ഈ 5 ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധം കാണും. അത് ഏത് ഹെഡുമായിട്ടാണ് ബന്ധമെന്ന് മനസ്സിലാക്കി ആ ഹെഡിൻ്റെ അക്കൗണ്ടിങ് റൂൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾ അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഏത് ചാപ്റ്ററിൽ എങ്ങനെയുള്ളതെന്ന് ചോദിച്ചോ നിങ്ങൾ എഴുതിയിരിക്കും. സോ എങ്ങനെയാണ് ഈ റൂള് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ റൂള് അതറിയണ്ടേ? ക്യാപിറ്റൽ, അസറ്റ്, ലൈബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, ഇതാണ് 5 ഹെഡ്. ബിസിനസ്സിൽ എന്ത് വേണമെങ്കിലും ആലോചിച്ച് നോക്കിക്കോ. ഇതിലേതെങ്കിലും ഒരു ഹെഡുമായിട്ട് ബന്ധം കാണും, അല്ലെങ്കിൽ ഈ 5 ഹെഡുമായിട്ടേ ബന്ധം കാണും. 6ാമതൊരു ഹെഡ് ഇല്ല. ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എന്താ പറയുക തിരിച്ചു മറിച്ചും ചിന്തിച്ചു നോക്കിക്കോ. 6ാമതൊരു ഹെഡ് വരത്തില്ല. ഈ 5 കാര്യങ്ങളുമായിട്ടേ ബന്ധം കാണൂ.
അപ്പോൾ എങ്ങനെയാണ് ഇനി ഈ 5 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ബുക്കിലോട്ട് കുറിച്ച് വെക്കുന്നത്? ചുമ്മാ പാരഗ്രാഫ് എഴുതിയാൽ മതിയോ? പോരാ. സെൻറ്റൻസ് ആയിട്ട് എഴുതാവോ? പോരാ. വേറെ എന്തോ കാര്യം ചെയ്യണം. അതിനാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളൊരു കടയിൽ ചെല്ലുന്നു, 5 രൂപ കൊടുത്തൊരു ലെക്സി പേന വാങ്ങട്ടെ. ഒരു കടയിൽ ചെല്ലുന്നു, 5 രൂപ കൊടുക്കുന്നു, ഒരു ലെക്സി പേന വാങ്ങുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താണ് പുറത്തോട്ട് പോയത്? നിങ്ങൾ എന്താണ് കൊടുത്തത്? 5 രൂപ. നിങ്ങൾക്ക് എന്ത് കിട്ടി? ലെക്സി പേന. സോ നിങ്ങൾ 5 രൂപ കൊടുത്തപ്പോൾ 5 രൂപയ്ക്ക് തുല്യമായ പേന കിട്ടി. എന്താ 5 രൂപ കടക്കാരൻ അങ്ങോട്ട് കൊടുത്തപ്പോൾ, നിങ്ങൾ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 5 രൂപയ്ക്ക് തുല്യമായ പേന കിട്ടി. ആയിക്കോട്ടെ. 50 രൂപയുടെ നോട്ട് ബുക്ക് വാങ്ങാൻ പോയി. 50 രൂപയുടെ നോട്ട് ബുക്ക് വാങ്ങാൻ പോയി. ഇപ്പോൾ ഒരു ബുക്കിന് 50 രൂപയൊക്കെ വരും. ഓക്കെ. കടക്കാരൻ 50 രൂപ കൊടുത്തിട്ട് പറയുവാണ് ഒരു നോട്ട് ബുക്ക് വേണം. ഏതാ വേണ്ടുന്നത്? ക്ലാസ്മേറ്റ്സ് ആയിക്കോട്ടെ. ബുക്ക് കിട്ടി. ബുക്ക് കിട്ടി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് പുറത്തോട്ട് പോയി? നിങ്ങളെന്ത് കൊടുത്തു? 50 രൂപ കൊടുത്തു. എന്ത് കിട്ടി? നോട്ട് ബുക്ക് കിട്ടി. അപ്പോൾ 50 രൂപ കൊടുത്തപ്പോൾ 50 രൂപയുടെ നോട്ട് ബുക്ക് കിട്ടി. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ആലോചിച്ച് നോക്കിക്കോ. നമ്മൾ എന്താണോ ഗീവ് ചെയ്യുന്നത്, എന്താണോ കൊടുക്കുന്നത്, അതിന് തുല്യമായിട്ടുള്ളത് തന്നെ റിസീവ് ചെയ്യും. ഈ കാര്യം ആദ്യമായിട്ട് പറയുന്നത് അക്കൗണ്ടൻറ്റുമാരൊന്നും അല്ല, ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ ചോദിക്കും, ഐസക് ന്യൂട്ടൻ്റെ കാര്യം കൊണ്ട് ഇനി വരല്ലേ, ഞങ്ങൾ സയൻസ് വെറുത്തതാണ്. വെറുക്കാൻ വരട്ടെ. ഐസക് ന്യൂട്ടൻ്റെ 3rd ലോ ഓഫ് മോഷൻ ഒന്നും കൂടെ സഹിച്ചേ പറ്റൂ. ഐസക് ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം എന്താ? ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് റിയാക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടാവും എന്നൊക്കെ മലയാളത്തിൽ പറയും. എന്താ അദ്ദേഹം പറഞ്ഞ? ഐസക് ന്യൂട്ടൻ ലൈഫിലായാലും നമ്മുടെ പ്രപഞ്ചത്തിലായാലും നമ്മുടെ എന്തുമായാലും നിങ്ങൾ എന്തെങ്കിലും ഔട്ട് ഫോഴ്സ് കൊടുത്താൽ, പുറത്തേക്ക് കൊടുത്താൽ അതിന് തുല്യമായിട്ട് തന്നെ അകത്തേക്ക് വരും. ഇത് അക്കൗണ്ടിങ് അല്ല, തെളിയിക്കപ്പെട്ട സയൻസാണ്. ഇതേ കാര്യം തന്നെയാണ് അക്കൗണ്ടിങ്ങിലും അപ്ലൈ ചെയ്യുന്നത്. ഈ സെയിം ഐസക് ന്യൂട്ടൻ്റെ 3rd ലോ ഓഫ് മോഷനും അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹം സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമ്മൾ പണവുമായിട്ട് ബന്ധപ്പെടുത്തി പറയും. നിങ്ങൾ 5 രൂപ പുറത്തേക്ക് എറിഞ്ഞാൽ തീർച്ചയായിട്ടും 5 രൂപയ്ക്ക് തുല്യമായത് അകത്തേക്ക് വരണം. പുറത്തേക്ക് എറിയുക എന്ന് പറഞ്ഞാൽ ബസ്സിലിരുന്ന് പുറത്തോട്ട് എറിയുന്ന ഐസല്ല പറയുന്നത്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ഒരു എമൗണ്ട് പുറത്തേക്ക് കൊടുത്താൽ അതിന് തുല്യമായിട്ട് ഒരു കാര്യം അകത്തേക്ക് വരണം. ഈ ഒരു കണ്ടെത്തലാണ് ലൂക്ക പാഷ്യോളി. ടെക്സ്റ്റിലുണ്ട് ഈ പേര്, ഫോട്ടോ ഒക്കെ ഉണ്ട് പുള്ളിക്കാരൻ്റെ. ലൂക്ക പാഷ്യോളി എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു ചിന്ത കൊണ്ടുവരുന്നത്. ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ചിന്തിച്ചപ്പോൾ ചേട്ടാ ഇത് കൊള്ളാമല്ലോ, ബിസിനസ്സിൽ നിന്ന് എന്ത് പുറത്തേക്ക് പോയാലും അതിന് തുല്യമായിട്ടൊരെണ്ണം അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഐസക് ന്യൂട്ടൻ ആൾ കൊള്ളാമല്ലോ, ഇത് അക്കൗണ്ടിങ്ങിലും അപ്ലൈ ചെയ്യാം അല്ലേ? പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇത് അക്കൗണ്ടിങ്ങിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ലൂക്ക പാഷ്യോളി എന്ന് പറയുന്ന ഒരാളാണ് ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത്. ഇയാളാണ് ഇതെല്ലാം കണ്ടെത്തിയത്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേഷമോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളെ പോയി ചീത്ത വിളിച്ചാൽ മതി. കാര്യം ഈ പുള്ളിക്കാരനാണ്. എന്താ ചോദിക്കുക, നിങ്ങൾക്ക് മാത്രമേ ദേഷ്യം കാണൂ, കാര്യം അദ്ദേഹം ഇത് കണ്ടെത്തിയത് കൊണ്ടാണ് ഇത്രയും സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഓക്കെ. ലൂക്ക പാഷ്യോളി അഥവാ ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. അദ്ദേഹം കണ്ടെത്തിയത് ഇങ്ങനെയാണ്: ബിസിനസ്സിനകത്ത് പണം പുറത്തേക്ക് പോകുമ്പോൾ അതിന് തുല്യമായിട്ട് എന്തെങ്കിലും അകത്തേക്ക് വരുന്നുണ്ട്, ഇത് ഉറപ്പാണ്. ഇത് തന്നെയാണ് ഐസക് ന്യൂട്ടനും പറയുന്നത്. ഓക്കെ. ആ ഒരു കണ്ടെത്തലിൽ പുള്ളിക്കാരൻ പറയുന്നത് ഫോർ എവരി ഗിവിങ് ആസ്പെക്റ്റ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ, ഫോർ എവരി ഗിവിങ് ആസ്പെക്ട് ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ എന്താണോ പുറത്തേക്ക് കൊടുക്കുന്നത് അതിന് തുല്യവും വിപരീതവുമായിട്ട് ഒരെണ്ണം അകത്തേക്ക് വന്നിരിക്കും. 5 രൂപ കൊടുത്താൽ 5 രൂപയുടെ പേന കിട്ടി, 10 രൂപ കൊടുത്താൽ 10 രൂപയുടെ ബുക്ക് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് പുറത്തേക്ക് പോയാലും അതിന് തുല്യമായിട്ടൊന്ന് അകത്തേക്ക് വരുന്നുണ്ട്. ഫോർ എവരി ഗിവിങ് ആസ്പെക്ട് ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് പ്രൊപ്പോർഷനേറ്റ് റിസീവിങ് ആസ്പെക്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു കണ്ടെത്തലിൽ നിന്നാണ് ഈ അക്കൗണ്ടിങ്ങിൻ്റെ നമ്മൾ ഇന്ന് കാണുന്ന രൂപം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ലൂക്ക പാഷ്യോളി എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു കണ്ടെത്തൽ, എന്ത് പുറത്തേക്ക് പോയാലും അകത്തേക്ക് വരുമെന്ന കണ്ടെത്തൽ വന്നു. ഇതിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിച്ചോ. കാര്യം ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് അകത്തേക്ക്, ഡബിളാണ് അല്ലേ? 2 എണ്ണം ഇല്ലേ? ഒരെണ്ണം പുറത്തേക്ക് പോകുന്നു എഴുതണം, എന്താണ് പുറത്തേക്ക് പോയതെന്ന് നമ്മൾ കുറിച്ച് വെക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് പുറത്തേക്ക് പോയതെന്നും കുറിച്ച് വെക്കണം, എന്താണ് അകത്തോട്ട് വന്നതെന്ന് എഴുതി വെക്കണം. ഡബിൾ എൻട്രി അല്ലേ? പുറത്തോട്ട് എന്താണ് കൊടുത്തതെന്ന് മാത്രം എഴുതിയാൽ മതിയോ? നമ്മൾ 5 രൂപ കൊടുത്തു, അത്രേ ഉള്ളൂ. 5 രൂപ കൊടുത്തു, എന്ത് കിട്ടി? ലെക്സി പേന കിട്ടി, അത് എഴുതണ്ടേ? എങ്കിലല്ലേ കണക്ക് ശരിയാവൂ. അപ്പം നമ്മൾ എന്ത് പുറത്തേക്ക് പോയാലും അതിന് തുല്യമായിട്ടൊന്ന് അകത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ അയാൾ വലിയ ഭീകര സംഭവമൊന്നുമല്ല, ഡബിൾ എൻട്രി എന്ന് വിളിച്ചോ. ഡ്യുവൽ ആസ്പെക്റ്റ് എന്നും പറയും. ഡ്യുവൽ എന്ന് പറഞ്ഞാലും 2 എന്നല്ലേ, പര്യായ പദം, വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്റ്റ്. എന്താ ഡ്യുവൽ എന്ന് പറഞ്ഞാൽ എന്താ? 2 ആസ്പെക്റ്റ്. ആ ആസ്പെക്റ്റാണ് ഗിവിങ്ങും റിസീവിങ്ങും.
അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ബിസിനസ്സിനകത്ത് നടക്കുന്ന എന്ത് കാര്യമായാലും, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമായാലും അതിന് ക്യാപിറ്റലുമായിട്ടോ ലൈബിലിറ്റിയുമായിട്ടോ അസറ്റായിട്ടോ എക്സ്പെൻസുമായിട്ടോ ഇൻകവുമായിട്ടോ ബന്ധമുണ്ടായിരിക്കണം. വേറൊന്നുമായിട്ടും ബന്ധം വരത്തില്ല. ഇത്രയുള്ള 5 എണ്ണേ ഉള്ളൂ. അപ്പോൾ ബിസിനസ്സിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചിട്ട് ഇതിലേതുമായിട്ടാണ് ബന്ധമെന്ന് നോക്കുക. അത് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ, ലൈബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ, അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ, എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ, ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ എന്ന് പരിശോധിച്ചിട്ട് ഇതിനോരോന്നിനും ഓരോ അക്കൗണ്ടിങ് റൂളുണ്ട്. ആ റൂൾ ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആ റൂൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, എന്താണ് ആ റൂളിൻ്റെ ബേസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എഴുതുന്നുള്ളതിൻ്റെ ഒരു ബ്രീഫിംഗ് ആണ് ഞാൻ തന്നത്. ക്യാപിറ്റലായാലും അസറ്റായാലും ഇൻകം ആയാലും എക്സ്പെൻസ് ആയാലും എന്തുവാണെങ്കിലും ശരി തന്നെ ബിസിനസ്സിന് ഒരു ഗിവിങ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഒരു റിസീവിങ് ആസ്പെക്റ്റും ഉണ്ടാവും. ഒരു ഗിവിങ് ഒരു റിസീവിങ്. ഇതിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്നോ ഡബിൾ എൻട്രി സിസ്റ്റം എന്നോ ഒക്കെ വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇത് കണ്ടെത്തിയ ആളാണ്, ഈ ഒരു കണ്ടെത്തൽ നടത്തിയ ആളാണ് ഫാദർ ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ്, ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്ന ലൂക്ക പാഷ്യോളി. ടെക്സ്റ്റിലുണ്ട്, ഫോട്ടോയൊക്കെ ഉണ്ട്. അയാൾ ഇറ്റാലിയൻ മാത്തമെറ്റീഷ്യൻ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 14-ാം നൂറ്റാണ്ടിലോ, കറക്റ്റ് വർഷം ഞാൻ ഓർക്കുന്നില്ല, 15-ാം നൂറ്റാണ്ടിലോ മറ്റോ കണ്ടെത്തിയതാണ്. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ സബ്ജക്റ്റിന്. അതായത് ഏതോ നൂറ്റാണ്ട്, 14-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഒരു അക്കൗണ്ടിങ് എന്ന ഈ സബ്ജക്റ്റ് ഇപ്പോഴും ഒരു മാറ്റമില്ലാതെ തുടരുവാണ്. സോ ഇറ്റ് ഈസ് എ സ്ട്രിക്റ്റ് സബ്ജക്റ്റ്. നിങ്ങൾക്കതിനകത്ത് മാറ്റം വരുത്താൻ പറ്റില്ല. അസറ്റിൻ്റെ റൂൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു ഭംഗിയില്ല, അസറ്റിൻ്റെ റൂൾ കേട്ടിട്ടൊരു ഒരു 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 രസമില്ല, നമുക്ക് റൂളൊക്കെ മാറ്റാം. നിങ്ങൾ മാറ്റിക്കോ, പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾക്കിതിനകത്ത് സ്വാതന്ത്ര്യമില്ല. അതൊക്കെ കൊണ്ടായിരിക്കും അക്കൗണ്ടിങ് പാടാന്ന് പറയുന്നത്. നമ്മൾ ഈ പറയാറില്ലേ, ഗ്യാസ് കത്തി വയ്ക്കാൻ പറ്റില്ല പരീക്ഷയ്ക്ക്. ചോദ്യത്തിന് ലോകം മൊത്തം അംഗീകരിച്ച ഒരു ഉത്തരമേ ഉള്ളൂ, നിങ്ങളുടേതായ ഉത്തരം എഴുതാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? റൂളാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. 14-ാം നൂറ്റാണ്ടിലോ 15-ാം നൂറ്റാണ്ടിലോ മുതൽ ചെയ്തു വരുന്ന അതുപോലെ ഫോളോ ചെയ്യണം. അപ്പോൾ പ്രധാനപ്പെട്ട റൂൾ ഇതാണ്. എന്ത് പുറത്തേക്ക് ഗിവിങ് ആസ്പെക്റ്റിന് ഒരു റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഗിവിങ് ആസ്പെക്റ്റും റിസീവിങ് ആസ്പെക്റ്റും കണ്ടുപിടിച്ചിട്ട് ഏറ്റവും പ്രസിദ്ധമായ 2 വാക്ക് പറയുവാണ്. നമ്മൾ ഗിവ് റിസീവ് എന്നല്ല, ഡെബിറ്റ് ക്രെഡിറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പേടിക്കാറൊന്നും ആയിട്ടില്ല. നിങ്ങൾ ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല. ഒന്ന് പുറത്തോട്ട് പോകുമെന്ന് അകത്തോട്ട് വരുമെന്ന് പറഞ്ഞില്ലേ? എത്രയെന്നും പറഞ്ഞാൽ ഇങ്ങനെ അകത്ത് പുറത്ത് നിന്നതാണ് കുട്ടികളിയോ, അകത്ത് പുറത്ത് എന്നൊക്കെ പറയാൻ. അപ്പോൾ അക്കൗണ്ടിങ് ഒക്കെ അല്ലേ, +1 ഒക്കെ ആയില്ലേ? അപ്പോൾ ഒരു പുതിയ വാക്കൊന്ന് പഠിച്ചോ, ഡെബിറ്റ് ക്രെഡിറ്റ്. അപ്പോൾ എല്ലാ ഡെബിറ്റിനും ഈക്വലൻ്റ് ആയിട്ട് ക്രെഡിറ്റ് ഉണ്ടാവും. ഇങ്ങനെ പഠിച്ചാൽ മതി. അതായത് പുറത്തേക്ക് എന്താണോ പോകുന്നത് അതിന് ഈക്വലൻ്റ് ആയിട്ടൊന്ന് അകത്തേക്ക് വരുമെന്ന് പറയുന്ന പോലെ എല്ലാ ഡെബിറ്റിനും ഈക്വലൻ്റ് ആയിട്ട് ക്രെഡിറ്റ് ഉണ്ടാവും. സോ ഡെബിറ്റും ക്രെഡിറ്റും കൊണ്ടുള്ള ഒരു കളിയാണ് ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡെബിറ്റ് ക്രെഡിറ്റ് ഈ 2 വാക്ക് മാത്രമൊന്നും കേട്ടാൽ മതി. ഇത് ഞാൻ കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാ ഡെബിറ്റിനും ഈക്വലൻ്റ് ആയിട്ടൊരു ക്രെഡിറ്റ് ഉണ്ടാവും എന്ന് കേട്ടാൽ അയ്യോ ഭയങ്കര പാട്, എന്തൊക്കെയോ പറയുന്നത്. ഡെബിറ്റ് ഒന്നുമില്ലടോ, 5 രൂപ അങ്ങോട്ട് കൊടുത്തു, 5 രൂപയുടെ പേന കിട്ടി. ഈ സംഭവം തന്നെ ഈ പറയുന്ന ഡെബിറ്റും ക്രെഡിറ്റും. മനസ്സിലായോ? 10,000 രൂപ കൊടുത്തൊരു പശുവിനെ വാങ്ങി വീട്ടുകാർ. 10,000 രൂപ പുറത്തോട്ട് പോയി, പശു അകത്തേക്ക് വന്നു. 10,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തോട്ട് പോയപ്പോൾ പശു തൊഴുത്തിലോട്ട് വരും. ഈ സെയിം സംഭവം തന്നെയാണ് ഡെബിറ്റും ക്രെഡിറ്റും. ഇതിലേതെങ്കിലും ഒരു കാര്യം ഡെബിറ്റ് എന്ന് പറയും, ഒരു കാര്യം ക്രെഡിറ്റ് എന്ന് പറയും. നിങ്ങൾ ഒന്നുകിൽ പൈസ കൊടുത്തു പശുവിനെ വാങ്ങി, നിങ്ങളിതിനകത്ത് പശുവിനെയോ പൈസയോ അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒന്നിൻ്റെ പുറത്ത് ഡെബിറ്റ് എന്ന് വിളിക്കുക. ഡെബിറ്റ് പോയെന്നോ ഡെബിറ്റ് വന്നെന്നോ പറഞ്ഞോ. ഓക്കെ, ഒരെണ്ണം ഡെബിറ്റ് എന്ന് വിളിച്ചാൽ മറ്റത് ക്രെഡിറ്റ് ആയിരിക്കും. പശു ഡെബിറ്റ് ആണെങ്കിൽ പൈസ ക്രെഡിറ്റ്. ഓക്കെ, പൈസ കൊടുത്തു പശുവിനെ വാങ്ങി എന്നല്ലേ, പൈസ കൊടുത്തു പശുവിനെ വാങ്ങി. പശുവിന് ഡെബിറ്റ് ആണെങ്കിൽ പൈസയ്ക്ക് ക്രെഡിറ്റ്. അങ്ങനെ ഓരോ പേര് വിളിക്കുമെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റിലാണ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ക്യാപിറ്റൽ, അസറ്റ്, ലൈബിലിറ്റി, ഇൻകം, എക്സ്പെൻസ് ഇതിലേതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അക്കൗണ്ടിങ് റൂൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് ഈ ഒരു ക്ലാസ്സിൽ എടുക്കത്തില്ല. ആ ഒരു അക്കൗണ്ടിങ് റൂൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ആദ്യമായിട്ട് ബുക്കിൽ അങ്ങോട്ട് എഴുതണം. ആ അക്കൗണ്ടിങ് റൂൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ കാര്യങ്ങൾ ബുക്കിലേക്ക് ഐശ്വര്യമായിട്ട് എഴുതാൻ പോണത്. ആദ്യമായിട്ട് ഒരു ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ബുക്കിലേക്ക് എഴുതുമ്പോൾ ആ ബുക്കിനെ വിളിക്കുന്ന പേര്, ഏത് ബുക്കിനെ? ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആദ്യമായിട്ട് എഴുതുന്ന ബുക്കിനെയാണ് ജേണൽ എന്ന് വിളിക്കുന്നത്. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് എഴുതുന്നത് ജേണലിനകത്തായിരിക്കണം. ആദ്യമേ തന്നെ പറയട്ടെ, ജേണൽ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്കാണ് അക്കൗണ്ടിങ് അറിയാമെന്ന് പറയാവൂ. അല്ലാത്ത ഒരാൾ പോലും എന്നോട് വന്ന് അക്കൗണ്ടിങ് അറിയാമെന്ന് പറയരുത്. ജേണൽ അറിയാമോ?
അവനെ ഞാൻ വേറെ ഒന്നും പരിശോധിക്കത്തില്ല, മിടുക്കനാണെന്ന് ഞാൻ പറയും. ജേണൽ അറിയാത്ത ഒരാൾക്ക് ഇനി എന്തൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും അവൻ മണ്ടനാണെന്നേ ഞാൻ പറയും. ജേണലാണ് പ്രൈം ബുക്ക്, ദ സുപ്രീം ബുക്ക്. ജേണൽ പഠിച്ചാൽ, ജേണൽ എഴുതാൻ അറിയാമോ? വാ കയറിയിരിക്കുക. അത്ര മനോഹരമായിട്ട് അവൻ അക്കൗണ്ടിങ് അറിയാമെന്നാണ്. ജേണലിനകത്ത് നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ, ജേണൽ അറിയില്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ടിങ്ങിൽ ഒന്നും ആവാൻ പോകുന്നില്ല. ഇത് പറയാൻ കാരണമുണ്ട്. ജേണൽ എന്ന് പറയുമ്പോൾ +1 ശ്രദ്ധിച്ച് കേൾക്കണം. +1 നിങ്ങൾക്ക് ഒരു 30-35 ട്രാൻസാക്ഷനേ വരത്തുള്ളൂ. കൂടിപ്പോയി 25 വരൂ. കുഞ്ഞ് ക്ലാസ് അല്ലേ, അല്ലാതെ ബിസിനസ്സിൻ്റെ ലോകത്തുള്ള എല്ലാ കാര്യവും പഠിക്കണ്ട. ബിസിനസ്സിൽ നടക്കുന്ന ഒരു 20 കാര്യങ്ങളാണ്ടേ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എളുപ്പപ്പണി കാണിക്കാൻ ഈ 20 ട്രാൻസാക്ഷൻ അങ്ങ് കാണാതെ പഠിക്കും. +1 A+. പലരും ചെയ്യുന്നത് കണ്ടതാണ്. 20 ട്രാൻസാക്ഷൻ, 20 കാര്യമല്ലേ ഉള്ളൂ. കുത്തിയിരുന്ന് 20 അങ്ങ് കാണാതെ പഠിക്കും. +1 റിസൾട്ട് വരുമ്പോൾ വീട്ടുകാർക്കും സന്തോഷം, മോൻ A+. ഡിഗ്രിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ 21ാമത്തെ ഒരു കാര്യം അവിടെ കിടക്കും. ടീച്ചർമാരുടെ വിചാരം ഇവൻ എല്ലാം അറിയാമെന്നാണ്. A+ അല്ലേ, 21ാമത്തെ കാര്യം കാണാതെ പഠിച്ചിട്ടില്ലായിരുന്നു, ബബ്ബ അടിക്കും അവിടെ കിടന്ന്. ദയവ് ചെയ്ത് ഞാൻ എപ്പോഴും പറയും, ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളല്ല. ഇതിനൊക്കെ ഒരു റൂളുണ്ട്. ആ റൂൾ അനുസരിച്ചാണ് ജേണൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ജേണലിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 5 എണ്ണം ഉണ്ടല്ലോ, ക്യാപിറ്റൽ, അസറ്റ്, ലയബിലിറ്റി, ഇതിൻ്റെ റൂൾ അറിയണം. ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസൊക്കെ ഒന്ന് പരിചയപ്പെടണം. ഈ ട്രാൻസാക്ഷൻസിൽ ഏത് ഹെഡ് വരുമെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. ഈ ഹെഡിന് എങ്ങനെയാണ് റൂളെന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ ജേണൽ പച്ചവെള്ളം പോലെ പഠിക്കാം. കൃത്യമായിട്ട് റൂൾ അനുസരിച്ച് മനസ്സിലാക്കി തന്നെ ജേണൽ പഠിക്കാം. സോ നമ്മൾ എൻ്റെ 6ാമത്തെ ക്ലാസ് സൗജന്യമായിട്ടല്ല, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ 6ാമത്തെ ക്ലാസ്സിലായിരിക്കും അക്കൗണ്ടിങ്ങിൻ്റെ റൂൾ എങ്ങനെയാണെന്നും എങ്ങനെയാണ് ജേണലെന്നും കാര്യങ്ങൾ പ്രാക്ടിക്കലിലേക്ക് കടക്കുന്നത്. എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, എങ്ങനെയാണ് കാര്യങ്ങൾ ബുക്കിലോട്ട് എഴുതി തുടങ്ങേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എൻ്റെ ആദ്യത്തെ 5 ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുവാണ്. സോ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ എഴുതാൻ പോകുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ അടുത്ത ക്ലാസ്സിൽ വരും. അത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പേയ്മെൻറ്റ് ബേസിലായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ 5 ക്ലാസ് കേട്ടപ്പോൾ ഏകദേശം ഒരു ബേസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത്രയ്ക്ക് സിമ്പിളായി സബ്ജക്റ്റ്. സിമ്പിളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റാണ്. ഞാൻ എൻ്റെ ഒരു 5ാം ക്ലാസ് മുതൽ പറയുവാണെങ്കിൽ പോലും, 5ാം ക്ലാസ്സിലോട് പറയുമ്പോൾ ഈ ബയോളജി, കെമിസ്ട്രിയൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ജീവിതത്തിൽ ഏറ്റവും എളുപ്പമെന്ന് തോന്നിയൊരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ്. കാര്യം ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. നിങ്ങളുടെ പലരുടെയും പ്രശ്നം ഇതെന്തോ ആണെന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ബിസിനസ്സിൽ മുതലാളി പൈസ കൊണ്ടുവരുമെന്നും എനിക്കറിയാം, പൈസ കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ വാങ്ങുമെന്നും എനിക്കറിയാം. മതി, അക്കൗണ്ടിങ് പഠിച്ചാണ് കാണും. ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓരോ ചാപ്റ്ററും വിശദമായിട്ട് തന്നെ എടുക്കും, കൃത്യമായിട്ട് നോട്ടുകൾ തരും. ഓരോ ചാപ്റ്ററിലും ഞാൻ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡായ ക്വസ്റ്റ്യൻസ് അയച്ചു തരും. നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അവസാനം കഴിഞ്ഞ 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുപോലെ വർക്കൗട്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, അല്ലാതെ ചുമ്മാ പഠിപ്പിച്ചിവിടെയല്ല, പരീക്ഷയ്ക്ക് വരുന്നത് പോലെ തന്നെ നമ്മൾ പഠിപ്പിക്കും. കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ആദ്യത്തെ 10 ചോദ്യം എങ്ങനെയാണ്, അടുത്ത 5 ചോദ്യം എങ്ങനെയാണ്, അങ്ങനെ തന്നെ പഠിപ്പിക്കും. അപ്പോൾ എക്സാമിനേഷൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പം ശരിക്കും എൻ്റെ ക്ലാസ്സിൽ കേട്ടതുപോലെ അങ്ങ് എഴുതിയാൽ മതി, അല്ല ചുമ്മാ ഓടിച്ചു വിടലല്ല. ഓക്കെ, അപ്പോൾ +1ൻ്റെ ഫ്രീ ട്യൂഷൻ, ഫ്രീ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുവാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ദയവ് ചെയ്ത് ബാക്കി ക്ലാസ്സുകൾ വേണമെങ്കിൽ എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.